ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെയും വലിയ പ്രതിഷേധം തന്നെയാണ്. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെതിരെ വ്യാപക പ്രതിഷേധം തുടരാനാണ് സംസ്ഥാനത്തെ ക്രൈസ്തവ സഭകളുടെയും തീരുമാനം. രാജ്ഭവനിലേക്ക് ഇന്നലെ നടത്തിയ മാർച്ചിൽ ബിജെപിക്കെതിരെ ക്ലെമീസ് ബാവ കടുത്ത വിമർശനമാണ് ഉയർത്തിയത്. വിഷയത്തിൽ രണ്ട് തട്ടിലാണ് RSSും സംസ്ഥാനത്തെ ബിജെപിയും. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, നമുക്കറിയാം ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനും ഒപ്പം മറുപക്ഷവും രണ്ട് തട്ടിൽ നിൽക്കുന്നു. RSSുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം പ്രശ്നങ്ങൾ BJPക്ക് അകത്ത് പുകയുന്നുണ്ട് എന്ന് ഇന്നലെ തന്നെ വന്ന സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതേസമയം ക്രൈസ്തവ പ്രീണനം നടത്തിക്കൊണ്ട് ക്രൈസ്തവരെ കേരളത്തിലൊപ്പം നിർത്താനുള്ള BJPയുടെ ശ്രമങ്ങൾക്ക് കൂടി വലിയ തിരിച്ചടിയാണ് ഇക്കാര്യം എന്നുള്ളതാണ്. ക്രൈസ്തവ സംഘടനകളൊക്കെ BJPക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാലും കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ ക്രൈസ്തവ സംഘടനകളും BJPയും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ വഷളാക്കുന്നു. ഒപ്പം തന്നെ BJPക്ക് അകത്തും വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഇനി എങ്ങനെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡെവലപ്മെന്റ്സുകൾ പ്രതീക്ഷിക്കേണ്ടത് വിജയ്? കേരളത്തിലെ മുഴുവൻ ക്രിസ്തീയ സഭകളും എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി പലതരത്തിലും സംസ്ഥാനത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ക്രൈസ്തവ സഭാ നേതൃത്വത്തിനെതിരെയും ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെയും ഒക്കെ പല സ്ഥലങ്ങളിലും അക്രമം ഉണ്ടാകുന്നുണ്ട്. അത് സംഘപരിവാർ നേതൃത്വത്തിൽ തന്നെയാണ് നടക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു രണ്ട് മലയാളി കന്യാസ്ത്രീകളെ തന്നെ മതപരിവർത്തനം ആരോപിച്ച് ഈ ആളുകളെ മതപരിവർത്തനം നടത്തുന്നു എന്നൊക്കെ ആരോപിച്ച് അറസ്റ്റ് ചെയ്യുകയും അവർക്ക് ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ചുമത്തി കേസെടുക്കുകയും അവർക്ക് ജാമ്യം നൽകാതിരിക്കാൻ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നേതൃത്വത്തിൽ BJP സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ ഇടപെടൽ നടത്തുകയും ഒക്കെ ചെയ്യുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും വിവിധ സഭാ നേതൃത്വത്തിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭം ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ കാണുകയും ചെയ്തതാണ്. എന്തായാലും ആ പ്രക്ഷോഭം തുടരാൻ തന്നെയാണ് നിലവിൽ അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ UAPA ഉൾപ്പെടെ ചുമത്താനുള്ള ഒരു നീക്കം നിലവിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് NIA കോടതിയിലേക്ക് ജാമ്യഹർജി മാറ്റാനുള്ള ഒരു തീരുമാനം ഇന്നലെ സെഷൻസ് കോടതി സ്വീകരിക്കുകയും ചെയ്തത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തായാലും നിലപാട് കുറച്ചുകൂടി കടുപ്പിക്കുകയും പ്രതിഷേധം കടുപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് നിലവിൽ ക്രൈസ്തവ സഭകൾ കടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. മന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് തലസ്ഥാനത്തുണ്ട്. അവരുടെ പ്രതികരണം കൂടി ഇനി ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും രണ്ട് കേന്ദ്രമന്ത്രിമാർ കൂടി കേരളത്തിൽ നിന്ന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താകും? നേരത്തെ ഇക്കാര്യത്തിൽ നിയമപരമായി കോടതിയിൽ വിഷയം എത്തട്ടെ എന്നുള്ള നിലപാടായിരുന്നു ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുകയും ചെയ്തത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു നിലപാട് BJP കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വം പറയുന്ന നിലപാടിലേക്കല്ല എത്തിയത്. RSSന്റെ അജണ്ട തന്നെയാണ് പൂർണ്ണമായും BJP കേന്ദ്ര നേതൃത്വം സ്വീകരിക്കുന്നത്. അതിന് ഉദാഹരണമാണ് ഇന്നലെ സെഷൻസ് കോടതിയിൽ ജാമ്യഹർജി പരിഗണിച്ച ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ആ ഹർജിയെ പൂർണ്ണമായും എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചത്. പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ഒരു നടപടി ഉണ്ടായത് അതിന്റെ ഭാഗമാണ്. എന്തായാലും കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന BJP ഈ ക്രൈസ്തവ സഭകളുമായി കൂടുതൽ അടുക്കാനും ക്രൈസ്തവ വോട്ടുകൾ ബാങ്കിലേക്ക് കടന്നു കയറാനുള്ള ഒരു നീക്കമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരുന്നത്. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായത് മുതൽ അത്തരം നീക്കമാണ്. നമ്മൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് കാണുകയും ചെയ്തു. സ്ഥാനാർത്ഥിയായി ഒരു ക്രൈസ്തവ സഭാ അംഗത്തെ തന്നെ എത്തിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടതാണ്. എന്തായാലും നിലവിൽ രാജീവ് ചന്ദ്രശേഖർ അത്തരമൊരു നീക്കം നടത്തുന്നതിനെതിരെ വലിയ പരാതി നേരത്തെ തന്നെ BJPക്കും RSSനും ഒക്കെ ഉണ്ട്. ഈ വിഷയത്തിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ച നിലപാടിനെതിരെ ശക്തമായ വിമർശനം തന്നെയാണ് RSSും ഒപ്പം തന്നെ BJP മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരും ഉയർത്തുന്നത്. മറ്റ് പരമ്പരാഗതമായി BJP പ്രവർത്തിച്ച് വന്ന നേതാക്കൾക്ക് അത്തരത്തിലുള്ളൊരു നിലപാട് തന്നെയാണുള്ളത്. രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് ശരിയല്ല. ഹിന്ദു വോട്ടുകളിലും തങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്കും ഒപ്പം തന്നെ തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഹിന്ദുക്കളെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് ഒരു ക്രൈസ്തവ പ്രീണന സമീപനം അത് BJP നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ള വിമർശനമാണ് നിലവിൽ അവർ ഉയർത്തുകയും ചെയ്തത്. ഇന്നലെ ഹിന്ദു ഐക്യവേദിയും VHPയും ഒക്കെ അത്തരം നിലപാട് സ്വീകരിച്ച് വരുന്ന കാഴ്ച കണ്ടു. നിലവിൽ RSSന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അത്തരം വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. അതിന്റെ തൊട്ട് പിന്നാലെയാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ K. സുരേന്ദ്രനും അതേ നിലപാട് സ്വീകരിച്ചത്. സംസ്ഥാനത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും ഈ മതപരിവർത്തനം തുടർച്ചയായി നടക്കുന്നുണ്ട്. കേരളത്തിലും അത് 2022 കാലത്തിലൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള നിലപാടാണ് K. സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ നിലവിലെ സാഹചര്യം അനുസരിച്ചായിരിക്കും കേരളത്തിലെ സാഹചര്യം അനുസരിച്ചായിരിക്കും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത് എന്നുകൂടി പറയുന്നുണ്ട്.
അതിനർത്ഥം കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ഉണ്ടായ സംഭവ വികാസങ്ങളൊന്നും രാജീവ് ചന്ദ്രശേഖരന് അറിയില്ല എന്നുള്ള ഒരു ഒളിയമ്പ് കൂടിയാണ് കെ സുരേന്ദ്രൻ നൽകുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ BJPയും രണ്ട് തട്ടിലാകുന്നു. RSS നേതൃത്വവും BJP പുതിയ സംസ്ഥാന നേതൃത്വത്തിന്റെ രംഗത്തെത്തുന്ന സാഹചര്യം ഒക്കെ നിലനിൽക്കുകയാണ്. ഈ കാര്യത്തിൽ ക്രൈസ്തവ സഭകൾ പൂർണ്ണമായും ഇഴഞ്ഞതോടെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു നിലപാട് എടുക്കാൻ കഴിയാത്ത നിലയിലാണ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള പുതിയ നേതൃത്വമുള്ളത്. അനൂപ് ആന്റണി ഇന്നലെ ഛത്തീസ്ഗഡിലെത്തി പറഞ്ഞത് അതിന് വിരുദ്ധമായ നിലപാടായിരുന്നു BJP സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളതും എടുത്തു കാണുന്നതാണ്. എന്തായാലും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് സഭാ നേതൃത്വങ്ങളുടെ തീരുമാനം. ഒപ്പം തന്നെ BJP ഇക്കാര്യത്തിൽ രണ്ട് തെറ്റിലാവുന്ന കാഴ്ചയാണ് കാണാനും കഴിയുന്നത്. ജിൽസി.